സഹോദരങ്ങളുടെ മക്കളായ 3 കുരുന്നുകളാണിത്. പക്ഷേ ഈ 3 പേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. പറക്കമറ്റാത്ത പ്രായത്തിൽ തന്നെ ഇവർ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഈ മക്കളെ നഷ്ടപ്പെട്ട് നെഞ്ചുപൊട്ടി കരയുന്ന മാതാപിതാക്കളുടെ വേദന പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ് 3 പേരും. തങ്ങളുടെ മക്കൾ ഇനിയില്ല എന്ന് വിശ്വസിക്കാൻ ഈ മാതാപിതാക്കൾക്ക് ഇപ്പോഴും കഴിയുന്നില്ല. നിമിഷ നേരം കൊണ്ടാണ് 3 പേരും മരണത്തിലേക്ക് തെന്നി വീണത്. നമ്മൾ എത്ര കേട്ടാലും പറഞ്ഞാലും പഠിക്കില്ല എന്ന കാര്യം ഈ ഒരു നിമിഷത്തിലാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ. കാരണം അവധിക്കായി സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ കേൾക്കുന്ന സ്ഥിരം മരണവാർത്തകൾക്ക് ഇവിടെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഇനിയെങ്കിലും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ രക്ഷിതാക്കൾ നമ്മുടെ കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കുക തന്നെ വേണം. കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് ഇരഞ്ഞിപ്പുഴ എന്ന ഗ്രാമത്തെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് 3 കുരുന്നുകളുടെ മരണവാർത്ത പുറത്തുവരുന്നത്. എരഞ്ഞിപ്പുഴയിൽ കച്ചവടം നടത്തുന്ന അഷ്റഫ് ശബാന ദമ്പതികളുടെ മകനായ യാസീൻ, അഷ്റഫിന്റെ സഹോദരൻ മജീദിന്റെ മകനായ സമദ്, ഇരുവരുടെയും സഹോദരി മഞ്ചേശ്വരത്ത് താമസിക്കുന്ന റംലയുടെയും സിദ്ദീഖിന്റെയും മകനായ റിയാസ് എന്നിവരാണ് അതിദാരുണമായി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. ക്രിസ്തുമസ് അവധിയായതിനാൽ അവധി ദിനങ്ങൾ ആഘോഷമാക്കുന്നതിന് വേണ്ടിയാണ് 3 പേരും ചേർന്ന് എരഞ്ഞിപ്പുഴയിലുള്ള കുടുംബ വീട്ടിലേക്ക് എത്തിയത്. തുടർന്ന് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30 ഇവർ പയസ്വിനിപ്പുഴയിലെ പാലത്തിന് താഴെ ഭാഗത്തേക്ക് കുളിക്കാനായി പോവുകയായിരുന്നു. ഇതിൽ 17-കാരനായ റിയാസിന് മാത്രമാണ് നീന്തൽ അറിയാമായിരുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ റിയാസ് നീന്താനായി വെള്ളത്തിൽ ഇറങ്ങുന്നതിനിടെ കയത്തിൽ മുങ്ങിത്താഴുകയായിരുന്നു. ഇത് കണ്ട് റിയാസിനെ രക്ഷിക്കാനായുള്ള ശ്രമത്തിനിടയിലാണ് ബാക്കി 2 പേരും വെള്ളത്തിലേക്ക് മുങ്ങിത്താഴുന്നത്. തുടർന്ന് അവിടെയുണ്ടായിരുന്ന ഒരു സ്ത്രീ ബഹളം വെച്ചതോടെയാണ് നാട്ടുകാർ ഓടിക്കൂടുന്നത്. ഈ സ്ത്രീ ഇവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നതാണ് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. തുടർന്ന് രക്ഷാപ്രവർത്തകർ റിയാസിനെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്നുള്ള തിരച്ചിലിൽ ബാക്കി 2 കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി മണിക്കൂറുകളോളം നടത്തിയ തിരച്ചിലുകൾക്കൊടുവിലാണ് ബാക്കി 2 കുട്ടികളുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തുന്നത്. നാട്ടുകാരും അഗ്നിരക്ഷാസേനയും സ്കൂബ ഡൈവേഴ്സും ചേർന്നാണ് തിരച്ചിലിന് നേതൃത്വം നൽകിയത്. ആശുപത്രിയിലേക്ക് മാറ്റിയ 3 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.